ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ ഒരു എൻഡ് പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. സമ്മറി, അതുപോലെ തന്നെ ഫെയോളിൻ്റെയും ടൈലറിൻ്റെയും ഒരു കമ്പാരിസൺ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഹെൻറി ഫെയോളിൻ്റെയും FW ടൈലറിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസുകളെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് വൺ പേഴ്സ്പെക്റ്റീവ് ആണ്. ഹെൻറി ഫെയോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഒരു ബേസിക്സിൽ നിന്നാണ്. FW ടൈലർ ആണെങ്കിൽ ഷോപ്പ് ഫ്ലോറിൽ, അതായത് ഫ്ലോർ ലെവലിൽ, ഫാക്ടറിയിലെ ഏറ്റവും ഫ്ലോർ ലെവലിൽ നിന്നുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡിന്റെ ഒരു സ്ട്രോങ് പ്രൊപ്പണന്റ് ആയിരുന്നു ഹെൻറി ഫെയോൾ. യൂണിറ്റി ഓഫ് കമാൻഡ് മസ്റ്റായിട്ടും വേണമെന്നാണ് ഫെയോളിന്റെ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ടൈലർ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഹി ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഓഫ് എ വർക്കർ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ വർക്ക് ചെയ്താൽ മതി, 8 സ്പെഷ്യലിസ്റ്റുകളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് FW ടൈലറിന്റെ സ്ട്രോങ് ആയിട്ടുള്ള വാദം. ഹെൻറി ഫെയോളിന്റെ പ്രിൻസിപ്പിൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. സയൻസിന്റെ പ്രിൻസിപ്പിൾസ് പോലെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. പക്ഷെ FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസിലാണ് കൂടുതലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദെൻ ഹെൻറി ഫെയോളിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതലും പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ആയി വന്നിട്ടുള്ളത്. പക്ഷെ FW ടൈലറിന്റെ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ കൂടുതൽ ഫോക്കസ് ഹെൻറി ഫെയോളിന്റെ പ്രിൻസിപ്പിൾസിൽ വന്നിരിക്കുന്നത് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നന്നാക്കാം, ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. പക്ഷെ ടൈലറിന്റെ കേസിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ദെൻ പേഴ്സണാലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഫെയോൾ ഒരു പ്രാക്ടീഷണർ ആയിരുന്നു. FW ടൈലർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ദെൻ എങ്ങനെയാണ് ഇവർ എക്സ്പ്രസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫെയോൾ കൂടുതലും അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ തിയറികൾ വഴിയാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. FW ടൈലർ കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ബേസിക്സിലായിരുന്നു. ജസ്റ്റ് എടുത്തെഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ടൈലറിന്റെ തിയറി, ഫെയോളിന്റെ തിയറി. ടൈലേഴ്സ് തിയറിയെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. This theory states that productivity can be increased by increasing efficiency. So എടുത്ത് നമ്മൾ തൊട്ട് മുമ്പേ കമ്പാരിസൺ ചെയ്തപ്പോഴും പറഞ്ഞു പ്രൊഡക്ഷൻ കൂട്ടുന്നതിലാണ് ടൈലർ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഇത് കൂടുതലും എംപ്ലോയീസിന്റെ എഫിഷ്യൻസി കൂട്ടി ടാസ്ക് ബെറ്റർ ആക്കാൻ നോക്കും. അതുപോലെ എല്ലാ ഓർഗനൈസേഷനിലും ഇത് സ്യൂട്ടബിൾ അല്ല, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷനിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതേസമയം ഫെയോളിന്റെ തിയറി വരുമ്പോഴത്തേക്കും കൂടുതലും ഓർഗനൈസേഷന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ മാനേജേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ബെറ്റർമെന്റ് ആക്കാൻ നോക്കും. അത് മാത്രമല്ല ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്. ഓക്കെ, ജസ്റ്റ് ഒരിക്കൽ കൂടി നമുക്ക് കൂടുതൽ പോയിന്റ് നാരോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഹെൻറി ഫെയോൾ കൂടുതലും ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓവറോൾ അഡ്മിനിസ്ട്രേഷനിലാണ് ഫോക്കസ് ചെയ്തത്. FW ടൈലർ എങ്ങനെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ലോവർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ്. അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസിലാണ്. ഡെവലപ്പ് ചെയ്തു വന്നത് എങ്ങനെയാണ്? ഒബ്സർവേഷനിൽ കൂടെയും എക്സ്പെരിമെന്റിൽ കൂടെയുമാണ് കൂടുതലും ഡെവലപ്പ് ചെയ്ത് വന്നത്. അത് മാത്രമല്ല കോൺസെൻട്രേറ്റഡ് ഓൺ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മീനിങ് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നോക്കി, അതിന്റെ ജനറൽ ഗൈഡ് ലൈൻസ് നോക്കി. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിൽ ഏതൊക്കെ ടൈപ്പ് മാനേജിങ് തിങ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിന്റെ ജനറൽ മീനിങ്ങിൽ പറയുന്നത്. അത് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ ഡിസിഷൻസ് എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നോക്കി നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ജനറൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്, ബിഹേവിയർ നേച്ചർ ആണ്, കണ്ടിൻജന്റ് ആണ്. അതുപോലെ തന്നെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ നമ്മൾ സിഗ്നിഫിക്കൻസ് ആണ് നോക്കിയത്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇസ് എസെൻഷ്യൽ ടു മേക്ക് സൗണ്ട് ഡിസിഷൻസ് ബൈ മാനേജേഴ്സ്. സോ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്?
എഫിഷ്യൻസി കൂട്ടും, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. അതേപോലെ തന്നെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സയന്റിഫിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ചേഞ്ചിങ് എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യും. ദെൻ മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യും, എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിൽ ടൈലറിന്റെ പ്രിൻസിപ്പിൾസിന്റെ ഏരിയാസിൽ നമ്മൾ നോക്കി. ഇതെന്ന് പറയുന്നത് റൂൾ ഓഫ് തമ്മിന് എഗനിസ്റ്റ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്. ദെൻ ഹാർമണിയാണ് അവിടെ വേണ്ടത്, അല്ലാതെ അവിടെ ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അവിടെ ഒരു അടിയോ കോൺഫ്ലിക്റ്റോ അല്ല വേണ്ടത്, ഹാർമണിയാണ് വേണ്ടതെന്നുള്ള പോയിന്റ് നോക്കി. അതേപോലെ തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം അല്ല, അതൊരു ടീം ആക്ടിവിറ്റി ആണെന്നുള്ളത് നോക്കി. മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരണം, അല്ലാതെ റെസ്ട്രിക്ഷൻ അവിടെ പാടില്ല. അതുപോലെ തന്നെ ഓരോ പേഴ്സന്റെയും ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി അവിടെ എൻഹാൻസ് ചെയ്യപ്പെട്ടിരിക്കണം. ദെൻ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് ഏരിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ച് അതിന്റെ അണ്ടറിൽ 8 സ്പെഷ്യലിസ്റ്റുകളുടെ ബേസിൽ വർക്ക് ചെയ്യുന്ന രീതിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എപ്പോഴും ഒരു ബെഞ്ച് മാർക്ക് വെച്ച് അതിനനുസരിച്ചായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. സിംപ്ലിഫിക്കേഷൻ, വർക്ക് സിമ്പിൾ ആയിട്ടായിരിക്കണം. ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് നടക്കത്തില്ല. അതിന് പകരം സിംപ്ലിഫൈ ചെയ്ത് വർക്ക് ചെയ്യുക. ദെൻ കുറച്ച് സ്റ്റഡികളുണ്ട് ടെക്നിക്സിൽ. ഫെറ്റീഗ് സ്റ്റഡി, അതായത് അറിയാലോ, വ്യക്തികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസ് കൊടുത്ത് അവരുടെ സ്റ്റാമിന റീഗെയിൻ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മെത്തേഡ് സ്റ്റഡി, പ്രോപ്പർ ആയിട്ടുള്ള ബെസ്റ്റ് വേ ഓഫ് മെത്തേഡിൽ വേണം വർക്ക് ചെയ്യാനായിട്ട്. ദെൻ ടൈം സ്റ്റഡി, ടൈം കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് വാച്ച് പോലെയുള്ള മെഷർമെന്റ്സുകൾ യൂസ് ചെയ്ത് പ്രോപ്പർ ടൈം, സ്റ്റാൻഡേർഡ് ടൈമിൽ വേണം ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ മോഷൻ സ്റ്റഡി, ഏതൊക്കെയാണ് ചലനാത്മകതയെക്കുറിച്ച് പഠിക്കുന്ന രീതി. ദെൻ ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം നമ്മൾ നോക്കി. ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി അല്ലെങ്കിൽ ഔട്ട്പുട്ട് അനുസരിച്ച് പേയ്മെന്റ് ചെയ്തതിനെയാണ് അങ്ങനെ പറയുന്നത്. അതെന്തായിരുന്നു? ബേസിക്കലി അത് ഒരു വ്യക്തി കൂടുതൽ വർക്ക് നന്നായിട്ട് ചെയ്താൽ അയാൾക്ക് ഒരു ബോണസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ അയാളെക്കാളും കുറഞ്ഞ വർക്ക് ചെയ്ത വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് അത് ആക്ട് ചെയ്യും. അങ്ങനെ കുറെ ഡിഫറൻസുകൾ നമ്മൾ നോക്കി. ദെൻ ഫെയലിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പോൾ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒന്നാമത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഡിവിഷൻ ഓഫ് വർക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പിന്നെ നമ്മൾ ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്? ഒരു സബോർഡിനേറ്റ്സിന് ഒരു ബോസ് ഉണ്ടായിരിക്കുള്ളൂ, അവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഓർഡർ വരുന്നതിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഒരു കോമൺ ഡയറക്ഷൻസിലായിരിക്കണം കമ്പനി മുന്നോട്ട് നീങ്ങേണ്ടത്. അവിടെ ഒരു പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓരോ ഇൻഡിവിജ്വൽസും അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളും സ്വപ്നങ്ങളും ഡ്രീംസും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്താണ് അവിടെ ആളുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്? അവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, അതായത് കോമൺ ആയിട്ട് എന്താണോ അവരുടെ ഒബ്ജക്റ്റീവ് അതിലേക്ക് എത്തിച്ചേരാനാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ, പ്രോപ്പർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പേ അവർക്ക് കൊടുക്കുക. ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതേപോലെ തന്നെ സ്കാല ചെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷന് ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദർ ഇസ് എ ചെയിൻ, ദാറ്റ് ഇസ് സ്കാല ചെയിൻ. അവിടെ നമ്മൾ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഓർഡർ എന്തായിരുന്നു? എവറിത്തിങ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദി കറക്റ്റ് പ്ലേസ്, കറക്റ്റ് ടൈം, കറക്റ്റ് അറ്റ് ദി കറക്റ്റ് തിങ്. അതായത് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ആയിരിക്കണം എല്ലാം വെക്കേണ്ടത്, ആ പ്ലേസിലായിരിക്കണം എല്ലാം ചെയ്യേണ്ടത്. ദെൻ ഇക്വിറ്റി, മോറൽ സൈഡാണ്, അവിടെ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം. ദർ വിൽ ബി നോ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ ഓർ മണി, കാസ്റ്റ് ഓർ ജെൻഡർ, സച്ച് തിങ്സ്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ, അവിടെ നിന്നൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. എന്താണ് സ്റ്റെബിലിറ്റി ഇൻ ദ ടെന്യൂർ ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തത് ഒരുപാട് കോസ്റ്റ് ഉള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കോസ്റ്റ് മുടക്കി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികൾ അവിടെ എംപ്ലോയീസ് ആയിട്ട് നിലനിർത്താനും കൂടെ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ നിലനിർത്താൻ സാധിക്കും? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കാം, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള പേ കൊടുക്കാം, ആ രീതിയിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഇന്റർവെൽസ് എന്റർടൈൻമെന്റ് ലീവ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. ദെൻ ഇനീഷ്യേറ്റീവ്, ദെൻ എസ്പിരിറ്റ് ഡി കോപ്സ്, അതായത് അവിടെ യൂണിറ്റി ഉണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഒരു കോമൺ ഡയറക്ഷൻസിലായിരിക്കണം പൊക്കോണ്ടിരിക്കേണ്ടത്. സോ ഇത്രയും പോയിന്റ്സ് ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയോൾ. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കേണ്ടതെന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദ ജോബ് ഓഫ് എ സ്പീഡ് ബോസ് അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. കണ്ടോ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അതിനുള്ളിലെ ഓരോ വ്യക്തികളെ കുറിച്ച് നിങ്ങൾ വായിച്ചിരിക്കണം, അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നത് ഹി സൂപ്പർവൈസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സ്പീഡ് ഓഫ് വർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഹൂ ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അതായത് ആരാണ് മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ? ഹെൻറി ഫെയോൾ ആണ് മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ. വിച്ച് മീൻസ് നിങ്ങൾ ഹെൻറി ഫെയോളിനെ കുറിച്ചും FW ടൈലറിനെ കുറിച്ചുമുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവിടെ നിന്നും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Then, which principle of management suggests that employees should treated with justice and kindness? ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഏത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിനെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള കൈൻഡോടുകൂടിയും ജസ്റ്റിസോടുകൂടിയും പെരുമാറണം എന്നുള്ളത്. ഇക്വിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ, ഇക്വാളിറ്റി. സോ വിച്ച് മീൻസ് ആ 14 പ്രിൻസിപ്പിൾസും വായിച്ചു വെച്ചിരിക്കണം. അതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. Then next ഒരു question നോക്കാം. Fayol pointed out the danger and cost of unnecessary labor turnover in one of his principles. Name the principle. Fayol point out ചെയ്തിട്ടുണ്ട് unnecessary ആയിട്ട് ലേബർ കോസ്റ്റ് വരുന്നത്, ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഉള്ള unnecessary ആയിട്ടുള്ള കോസ്റ്റ് ഒഴിവാക്കാനുള്ള പ്രിൻസിപ്പിൾ എന്താണ്? That is stability of personnel. ഞാൻ ഇന്ന് 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണത്. Then അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒബീഡിയൻസ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് ഒബ്സർവേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഈസ് നോൺ ആസ്. ഇപ്പം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓർഡർ, ഡിസിപ്ലിൻ, ഇക്വിറ്റി, ഇനീഷ്യേറ്റീവ്. ഓർഡർ എന്താണെന്ന് നമുക്കറിയാം, ഡിസിപ്ലിൻ അറിയാം, ഇക്വിറ്റി അറിയാം, ഇനീഷ്യേറ്റീവ് അറിയാം. ഇവിടെ ഒബീഡിയൻസ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ് എന്താണ്? ഡിസിപ്ലിൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സിസ്റ്റമാറ്റിക് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ ഈസ് നോൺ ആസ്. Concentration of authority, centralization. Then next question നോക്കൂ. Identify the management principle which states that union is strength. Union is strength. Directly ചോദിച്ചിരിക്കുന്നത് എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് അതിന്റെ ഉത്തരം. Then have a place for everything. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണുമല്ലോ. Place for everything and it should be in its place. അത് ഓർഡർ ആണ്. ഏത് പ്രിൻസിപ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓർഡർ ആണ്. സോ ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഓരോ ക്വസ്റ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. Then identify the management principle which is based on an idea of one head one plan. Unity of direction ആണത്. one head one plan. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് ഡയറക്ഷൻ മാറിപ്പോകരുത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന് ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ ഓർഡർ ഷുഡ് ബി ഫ്രം വൺ ബോസ്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഫാക്ടറിയിൽ there's 3 ഡിപ്പാർട്ട്മെന്റ്സ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, these 3 ഡിപ്പാർട്ട്മെന്റ്സ് ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അവർ പരസ്പര ധാരണ ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഏത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എല്ലാവരും ഒരേ ഡയറക്ഷനിൽ പോകണം. പക്ഷെ ഇവിടെ അവരെന്താ ചെയ്യുന്നത്? പല ഡിപ്പാർട്ട്മെന്റ്സ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പല രീതിയിലാണ് പോകുന്നത്. സോ ദർ ഷുഡ് ബി എ violation of unity of direction. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റഡി ദ ഡയഗ്രാം ആൻഡ് മെൻഷൻ ദ ഷോർട്ട് കട്ട്. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടില്ല, പക്ഷെ യു നോ അല്ലെ, ABCD എന്ന് പറഞ്ഞ ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡിന്ന് പെട്ടെന്ന് പിയിലേക്ക് ഒരു ഷോർട്ട് കട്ട് പോകണമെങ്കിൽ അതിന് എന്താ പറയുക? ഗാങ് പ്ലാങ്ക് എന്നാണ് പറയുക. Then ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ ഓർഡർ, ഇക്വിറ്റി, ഫറ്റിക് സ്റ്റഡി, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇതിൽ ഫറ്റിക് സ്റ്റഡി ആണ്. കാരണം എന്താ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ റീസൺ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ റീസണും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് ഗുഡാണ്. ഫറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ദെൻ
നെയിം ദ പേഴ്സണൽ ഹൂ വർക്ക് അണ്ടർ ദി പ്രൊഡക്ഷൻ ഇൻചാർജ്. അപ്പം നിങ്ങൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രൊഡക്ഷൻ ഇൻചാർജും രണ്ട് ഇൻചാർജുകളും ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേണമെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. വാട്ട് യു മീൻ ബൈ മാനേജറിയൽ പ്രിൻസിപ്പിൾസ്. അപ്പം 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിക്കുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയാൽ മതി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ട്രൂത്ത് വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻസ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഡയറക്ട്ലി ആൻസറിലേക്ക് പോവുക. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ഓർഡർ ഫ്രം വൺ പോസ്റ്റ്, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അത് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനുള്ളതാണ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഒരു 1 ഹെഡ് 1 പ്ലാൻ അണ്ടറിൽ പോകണം. സോ ഇത് എൻഷുർ ആണ്, കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, എന്താണ് ഫട്ടിക് സ്റ്റഡി? എല്ലാ സ്റ്റഡീസിനും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെത്തേഡ് സ്റ്റഡി എന്താ, മോഷൻ സ്റ്റഡി എന്താ, സോ അത് വായിച്ചു വയ്ക്കണം. ഫട്ടിക് സ്റ്റഡി എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. പിന്നെ ഏകദേശം 3 മാർക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുറച്ചും കൂടെ ഒരു 1 പാരഗ്രാഫിലേക്ക് ഉത്തരം പോകണം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡൈനാമിക്. എന്താണ് അതിന്റെ കമന്റ്? അപ്പൊ നിങ്ങൾ അതിന്റെ പ്രിൻസിപ്പിൾസ് ആസ് ഡൈനാമിക് എന്നുള്ള പോയിന്റിന്റെ അണ്ടറിൽ വരുന്ന എഴുതണം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഡിഫറെന്റ് കണ്ടീഷൻസിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അത് പല സിറ്റുവേഷൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ. Then group the following persons coming under planning in charge and production in charge based on FW Taylor functional foremanship. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള 4th ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ ഇൻചാർജും പ്ലാനിംഗ് ഇൻചാർജും? പ്രൊഡക്ഷൻ ഇൻചാർജിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഗ്യാങ് ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ്, ഇവിടെ തന്നിട്ടുള്ളതിൽ. ബാക്കിയെല്ലാം പ്ലാനിംഗ് ഇൻചാർജിൽ വരുന്നതാണ്. സോ അത് പ്രോപ്പറായിട്ട് വരച്ച് എഴുതി വെക്കുക. കാരണം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വരച്ച് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. When വേറൊരു എക്സാമ്പിൾ, which principles of management is violated in the following situations? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു വർക്കർ റിസീവ് ഓർഡർ ഫ്രം മോർ ദാൻ 1 boss. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതെന്നായിരിക്കും? when an employee is given responsibility to achieve target production of 1000 units with no authority to assess raw materials, where the worker is wasting time in search tools in the organization. അപ്പൊ നിങ്ങൾ ആൻസർ ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് പോയിന്റ് യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഓർഡറിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ 3 പോയിന്റ്സും എസ്റ്റാബ്ലിഷ് ചെയ്ത് എഴുതണം. Then വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ദിലീപ് ന്യൂലി റിക്രൂട്ടഡ് ക്ലർക്ക് ഫോർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യലി പോസ്റ്റഡ് ഓൺ ക്യാഷ് സെക്ഷൻ. ആഫ്റ്റർ 1 month he was transferred to supply section. Then again a week later he was transferred to EDP section. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചോദിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ കോൺസിക്വൻസസ്? ഒന്നാമത്തെ കാര്യം, ഒരാളെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വെച്ചിട്ട് അവിടുന്ന് വേറെ ഡിപ്പാർട്ട്മെന്റ് വിടുന്നു, ദെൻ വേറെ ഡിപ്പാർട്ട്മെന്റ് വിടുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അയാൾ അവിടെ കുറെ നാൾ വർക്ക് ചെയ്യപ്പെടുന്നില്ല. സോ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സൺ ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ് ആയിട്ടും എലാബറേറ്റ് ചെയ്ത് എഴുതണം. അങ്ങനെ 2 ആയിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി വേണമെങ്കിൽ 4 മാർക്ക് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ഡയറക്ട്ലി ചോദിക്കാം? ഫീച്ചേഴ്സ് ഓഫ് മാനേജറിയൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ അതിനുള്ള ഫസ്റ്റ് എന്താണ് മാനേജറിയൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷൻ എഴുതിയിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ഓരോ പോയിന്റും എലാബറേറ്റ് ചെയ്ത് എഴുതണം. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഫ്ലെക്സിബിൾ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്നൊക്കെ ഉള്ള പോയിന്റ്സ് എഴുതി അതിന്റെ താഴെ ഒരു 2-3 ലൈൻസ് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോടെ കൊടുക്കുക. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് എഴുതുക, അതിനുശേഷം ഓരോ പോയിന്റ്സും ഹെഡിങ്സ് എഴുതി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പൊ ഇൻക്രീസ് എഫിഷ്യൻസി, അപ്പൊ അതിനെക്കുറിച്ച് 2-3 ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെ എഴുതിയാൽ മാത്രം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. Then ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. If we follow the principle of Scala chain strictly, there is possibility of unnecessary delay in communication. What is the alternative proposed by Fayol to overcome this issue? Explain the principle. അപ്പൊ ഇവിടെ സ്കാലാർ ചെയിനിന്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമത് ഗാങ് പ്ലാങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഉത്തരം ഓരോ പോയിന്റ് ആയിട്ട് എഴുതുക, ഗാങ് പ്ലാങ്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, ആ ഡയഗ്രാം വരച്ച് എഴുതുക. Then what is a contradiction do you find principle between unity of command and technique of functional foremanship? എടുത്ത് ചോദിക്കാവുന്ന ചോദ്യമാണ് യൂണിറ്റി ഓഫ് കമാൻഡും ഫങ്ഷണൽ ഫോർമാൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്തായിരുന്നു? അത് ഓഫ് കോഴ്സ് ഒരു ബോസിൽ നിന്ന് ഒരു ഓർഡർ
ഒരു ബോസ് ഒരു ഓർഡറെ ഒരു സബോർഡിനേറ്റ് സ്വീകരിക്കാമെന്ന് പറയുന്നതും ഫങ്ഷണൽ ഫോർമേഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്പെഷ്യലിസ്റ്റുകൾ 8 സ്പെഷ്യലിസ്റ്റുകളെ വെച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അതേപോലെ എന്തൊക്കെയാണ് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഡയറക്റ്റ്ലി ചോദിക്കാൻ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ. എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക, സെക്കൻഡ് പാരഗ്രാഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എഴുതുക, തേർഡ് പാരഗ്രാഫിൽ ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കുക. ഇങ്ങനെയായിരിക്കണം സ്ട്രക്ചർ, എസ്എ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ വരേണ്ടത്. Then, who formulated principles for managing an organization scientifically? Explain the principles. Taylor's principle ആണ് അവിടെ ചെയ്യേണ്ടത്. Then, techniques of scientific management directly ചോദിക്കാം. Then, comparison between Fayol and Taylor ചോദിക്കാം. So, ഇത്രയും questions ആണ് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ questions. So, ഇപ്പം നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ.